ഹേ പ്രഭു യെ ക്യാ ഹുവാ. എനിക്കൊരു കമൻറ്റ് കിട്ടി പ്രഭു, അതാണ് ഞാനിപ്പോൾ വന്നത്. കമൻറ്റ് ഇങ്ങനെ വായിക്കുന്നു: സ്കൂളിലേക്ക് അയച്ചപ്പോൾ പഠിക്കണമായിരുന്നു. പഠിച്ചുകൊണ്ടല്ല മച്ചാനെ ഡിഗ്രിയും കഴിഞ്ഞ് പി ജിയും കഴിഞ്ഞ് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ കൂളിംഗ് ഗ്ലാസും ഇട്ട് മണ്ടത്തരം പറയാതെ. ഇതാണോ നിൻ്റെ പ്രശ്നം? ഈ ഡിയോറിൻ്റെ ഗ്ലാസ് ആണോ മച്ചാനെ നിൻ്റെ പ്രശ്നം? നിനക്ക് വേണമെങ്കിൽ നീ പറ, നീ അഡ്രസ്സ് പറ, ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ വീട്ടിൽ എത്തിച്ചേരാം. ഈ ക്ലാസ്സിന് വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ ഡയലോഗ് അടിച്ച്? പക്ഷേ കേരള സ്റ്റോറി ഗോസ് ബിയോണ്ട് എന്നാണ് നെയിം. അതുതന്നെയാണല്ലോ മെയിൻ പ്രശ്നം. ഫസ്റ്റ് മൂവി ഐസിസ് റിക്രൂട്ട്മെൻറ്റ് ഒക്കെ ആയിരുന്നു, ഒക്കെ കാണിച്ചു. ഓ, ഭയങ്കര നേട്ടമാണല്ലോ നീ ഇത് ഇങ്ങനെ എഴുതി വായിക്കുമ്പോൾ. ഫസ്റ്റ് മൂവി ഐസിസ് റിക്രൂട്ട്മെൻറ്റ് ഒക്കെ കാണിച്ചു. ഓ, ഭയങ്കര നേട്ടമാണല്ലോ ഇത്, അവാർഡ് കൊടുക്കണമല്ലോ. അത് കേരളത്തിന് പുറത്തും ഉണ്ടെന്നാണ് മീനിങ്. അപ്പോൾ കേരളത്തിൻ്റെ അകത്ത് ഉണ്ടോടാ മച്ചമ്പി ഇത്? എടാ 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 എടാ, അത് കേരളത്തിനും പുറത്തും ഉണ്ടെന്നാണ് മീനിങ്. ഇത് കേരളത്തിന് പുറത്തല്ലാണ്ട് ഉള്ളിലാണോടാ മച്ചമ്പി? അതന്നെ അല്ലടാ നമ്മുടെ പ്രശ്നം. അതന്നെ അല്ലേ ഇവന്മാർ കേരള സ്കൂളിന് പേരിട്ടുകൊണ്ട് നമ്മളിങ്ങനെ പ്രതിഷേധിക്കുന്നത്. എൻ്റെ പൊന്നു, അതിൻ്റെ അവസാന ഡയലോഗ് 100% സാക്ഷരത കഷ്ടം. ഇതൊക്കെ എഴുതി കൂട്ടിയിട്ട് നിനക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായിട്ടില്ല മിസ്റ്റർ പി സൈക്കിൾ P70. യെസ്, ഇതിൻ്റെ ഒരു തീക്ഷ്ണത അനിയന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെങ്കിൽ ഈ ഒരു കഥ നീ ഒന്ന് കേട്ടു നോക്കുക. ജസ്റ്റ് ഇമാജിൻ, യെസ്, ഒരു അഡൾട്ട് ഫിലിം ഇറക്കുകയാണെന്ന് കരുതുക. ഏതെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ, മിയ ഖലീഫയോ സണ്ണി ലിയോണിയോ ഫിലിക്സ് സ്മിതയോ ആരെങ്കിലും ആയിക്കോട്ടെ, വിദ്യാബാലനോ ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു ഏർപ്പാട് അങ്ങോട്ട് ഇറങ്ങി. എന്നിട്ട് ആ സിനിമയുടെ പേര് ദ, എന്നിട്ട് നിൻ്റെ വീട്ടും പേരും നിൻ്റെ അമ്മയുടെ പേരും പിന്നെ സ്റ്റോറി എന്ന് എഴുതിയെടുത്തിരിക്കുന്നത് നിനക്ക് എന്തായിരിക്കും നിൻ്റെ ഫീലിംഗ്? എന്നിട്ട് നീ നിർമ്മാതാവിൻ്റെ അടുത്ത് ചെല്ലുകയാണ്, പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ കുടുംബ പേര് അമ്മ പേര് എൻ്റേതാണ്, നാട്ടുകാർ വിചാരിക്കും ഈ കുടുംബത്തെക്കുറിച്ചിട്ടാണ് പറയണത്. അപ്പോൾ നിർമ്മാതാവ് പറയും, നീ അടിയിൽക്കൊന്ന് നോക്കിയാൽ ചെറുതാക്കിയിട്ട് ഞാൻ ഗോസ് ബിയോണ്ടും കൂടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ കുടുംബത്തെക്കുറിച്ചിട്ടല്ല, നിൻ്റെ അമ്മേനെ കുറിച്ചിട്ടല്ല ഇവിടെ പറയുന്നത്, മറിച്ച് വേറെ ഏതോ ഒരു കുടുംബം വേറെ ഏതോ ഒരു പേര് വെച്ചിട്ടുള്ളതാണ് പറയുന്നത്. അപ്പം നിനക്ക് എന്തായിരിക്കും നിൻ്റെ ഒരു വികാരം? അതുതന്നെയാണ് ഇവിടെയും പ്രശ്നം. കേരളത്തിൽ നടക്കാത്തൊരു കഥ കേരളത്തിൽ. അതുതന്നെയാണ് ആ ഇൻ്റർവ്യൂവിൽ ഡയറക്ടർ സ്റ്റോറി റൈറ്ററും അടിച്ചു പോയത്. കേരളത്തിൽ നിന്നും ഒരു പെണ്ണിനെ, ഒരു വിക്ടിമത്തിന് പോലും കാണിക്കാൻ സാധിച്ചില്ല. അതിൽ നിന്നും വ്യക്തമല്ലേ ഇതിൻ്റെ അജണ്ട എന്തായിരുന്നു ഉള്ളത്?